ഹായ്. കുഞ്ഞുങ്ങളെ അനുസരിപ്പിക്കാൻ വേണ്ടി അവരിൽ ഭയം നിറയ്ക്കുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാരന്റിംഗ് മെത്തേഡിന്റെ പേര് ഫിയർ ബേസ്ഡ് പാരന്റിംഗ് എന്നാണ്. അത്ര നല്ലതല്ലാത്തൊരു പാരന്റിംഗ് മെത്തേഡ് കൂടിയാണ് ഇത് കേട്ടോ. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കുഞ്ഞിന് ഒരു മൈതാനത്ത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മൈതാനത്ത് കളിക്കാൻ പോകണം. പക്ഷെ നിങ്ങൾക്ക് കുഞ്ഞിനെ അവിടെ വിടാൻ ഇഷ്ടവുമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവരിൽ പല രീതിയിൽ ഭയം നിറയ്ക്കാൻ നോക്കും. ഉദാഹരണത്തിന് അവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ അവിടെ പോയാൽ നിന്റെ തലയിൽ ക്രിക്കറ്റ് ബോൾ കൊള്ളും, നിന്റെ തല പൊട്ടും, അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാവും. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ചെറിയ കുട്ടികളാണെങ്കിൽ പറയും നിന്നെ അവിടുന്ന് ഭൂതം പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ പല രീതിയിലും അവരിൽ ഭയം കുത്തി നിറച്ച് അവരെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാരന്റിംഗ് മെത്തേഡാണ് ഫിയർ ബേസ്ഡ് പാരന്റിംഗ്. പക്ഷെ ഇങ്ങനെ ഫിയർ ബേസ്ഡ് പാരന്റിംഗിൽ വളരുന്ന കുട്ടികൾക്ക് ഇതേപോലെ ഒരു സ്ഥലത്ത് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും അതിൽ മിസ്റ്റേക്ക് ഉണ്ടാക്കാനും അതിൽ നിന്ന് പഠിക്കാനുമുള്ളൊരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർക്ക് ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉത്കണ്ഠയായിരിക്കും. നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ച് ഓരോ ചെറിയ കാര്യങ്ങൾക്കും അവർക്ക് സാധാരണ കുട്ടികളെക്കാളും ഉത്കണ്ഠ കൂടുതലായിരിക്കും. അതേപോലെ അവരുടെ കോൺഫിഡൻസ് ലെവലും വളരെ കുറവായിരിക്കും. അവർക്ക് ഒരു കാര്യം അനലൈസ് ചെയ്ത് അതിൽ നിന്നൊരു ഡിസിഷൻ എടുക്കാനും അതിൻ്റെ റിസ്ക് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും മറ്റു കുട്ടികളെക്കാളും കുറവായിരിക്കും. അതേപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്പായാലും റൊമാൻറ്റിക് റിലേഷൻഷിപ്സും ഒക്കെ ഉണ്ടാക്കാൻ ഭാവിയിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടും അനുഭവപ്പെടും. അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ ഭയം നിറച്ച് അവരെ ഒബേ ചെയ്യിപ്പിക്കുന്ന ഒരു രീതി ഫോളോ ചെയ്യുന്ന പാരൻ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്നുകൂടെ റീതിങ്ക് ചെയ്യുക. ആ മെത്തേഡ് മാറ്റേണ്ട സമയമായി. അത് കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തിന് ഒട്ടും നല്ലതായിട്ടുള്ള ഒരു ടെക്നിക്കല്ല. താങ്ക് യു.